ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാ, വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാ. ഞങ്ങൾക്കതറിയാം. ജോലിക്ക് പ്രവേശിച്ചപ്പോൾ ആ തുടങ്ങിയ സമയം ഒരു ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നാട്ടിലെ രീതിയാണ് ഞാൻ പറയുന്നത്, ഇവിടെ എനിക്കറിയത്തില്ല. ആ ലെറ്ററിനകത്ത് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് റിട്ടയർമെന്റ് വരെ ഇവിടെ ജോലി ചെയ്യാം. ഇത് റിട്ടയർമെന്റ് വരെ ഒരു പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമെന്ന്. ജോലിക്ക് പ്രവേശിക്കുന്ന സമയം ആദ്യം കിട്ടുന്ന ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ എങ്ങനെയായിരിക്കും? അടുത്ത 3 മാസം ഒരു പ്രൊബേഷണറി പീരീഡ് ആണ്. ഈ പ്രൊബേഷണറി പീരീഡിൽ ഞങ്ങൾ നിങ്ങളെ വീക്ഷിക്കും. നിങ്ങൾ കൊള്ളാം എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ നിങ്ങളെ റീ അപ്പോയിന്റ് ചെയ്യും. ആ റീ അപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ റിട്ടയർമെന്റ് വരെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പെർമനന്റാ. ഞാൻ ഉള്ളു തുറന്നൊന്ന് ചോദിച്ചോട്ടെ, പ്രൊബേഷണറി പീരീഡ് ആണോ വലുത്? അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന പെർമനന്റ് അപ്പോയിന്റ്മെന്റ് പീരീഡ് ആണോ വലുത്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പെർമനന്റ് അപ്പോയിന്റ്മെന്റ് പീരീഡ് അല്ല ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലുത്. അവനെ സംബന്ധിച്ചിടത്തോളം വലുത് ആ 3 മാസത്തെ പ്രൊബേഷണറി പീരീഡാ. അവിടെ തിളങ്ങിയാൽ പെർമനന്റാ, അവിടെ ജയിച്ചാൽ പെർമനന്റാ, അവിടെ സ്വാധീനം ചെലുത്താൻ പറ്റിയാൽ പെർമനന്റാ. ഇന്ന് രാത്രി ഞാൻ ഉള്ളു തുറന്ന് പറയുക, ആ പ്രൊബേഷണറി പീരീഡ് ആണ് ദൈവസഭ. ഈ പ്രൊബേഷണറി പീരീഡ് ആണ് ദൈവസഭ. ഇവിടെ തിളങ്ങിയാൽ അവിടെ കാണും, ഇവിടെ ബലപ്പെട്ടാൽ അവിടെ കൊണ്ടുപോകും, ഇവിടെ ശക്തിപ്പെട്ടാൽ അവിടെ എത്തും. ഞാൻ ഉള്ളു തുറന്ന് പറയുന്നു, ഇവിടെ ബലപ്പെടുവാൻ കഴിയാത്ത നമ്മൾ എങ്ങനെ സ്വർഗരാജ്യത്തിൽ അവനോട് ചേർന്നിരുന്ന് സന്തോഷിക്കും? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നു എന്ന് പറഞ്ഞാൽ നിത്യതയോടെ എന്നെ അടുപ്പിക്കാനുള്ള എല്ലാ ദൈവിക പദ്ധതികളും ഒരഭിമാനമായി ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും നിത്യതയിൽ എത്തിക്കുന്ന വിഷയത്തിൽ ഒരു കോംപ്രമൈസിന് കർത്താവ് തയ്യാറല്ല. ഉള്ളം തുറന്ന ദൈവാത്മാവ് സംസാരിക്കുക. കർത്താവിന് ചിലരെ വേണം.